മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം സരയു രാഹുലിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുകയാണ്. എന്നിട്ട് സരയു പറയാണ്, അച്ഛാ, അയലത്തുള്ളവരെ ഒന്ന് എന്തെങ്കിലും ചെയ്യണം, കിരണിനും കല്യാണിയും എങ്ങനെയെങ്കിലും തകർക്കണം, അതിനുള്ള എന്തെങ്കിലും ചെയ്യണം അച്ഛാ എന്ന് പറയാണ്. അല്ലെങ്കിൽ തന്നെ എൻ്റെ ജീവിതം തുലാസിമ്മയാണ്, എങ്ങനെ അത് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് സരയു. എനിക്ക് എൻ്റെ ജീവിതം തന്നെ എനിക്ക് ആകെ കൈവിട്ട് പോയിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ എന്ന് സരയു രാഹുലിനോട് പറയാണ്. അമ്പലനടയിൽ ഇരിക്കുന്ന പ്രകാശനെ രാഹുൽ കാണുകയാണ്. എന്നിട്ട് രാഹുൽ പ്രകാശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് പ്രകാശൻ രാഹുലിനോട് പറയാണ്, സരയുവിൻ്റെ കാര്യങ്ങളൊക്കെ പറയാണ്. സരയുവിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുകയാണ്, നീ എന്തിനാടാ പറഞ്ഞത് എന്ന് പറയാണ്. അവൾ അല്ലെങ്കിൽ തന്നെ ഭ്രാന്തടിച്ച് നടക്കുകയാണ് എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ട് പ്രകാശം പറയാണ്, അത് അവളോട് പറയേ, അവൾ നാട് നീളെ പെണ്ണ് കെട്ടി നടക്കുന്ന കാര്യം അവളോടൊന്ന് പറയുന്നൊക്കെ പറയാണ്. എന്നിട്ട് പ്രകാശം പിന്നെ കല്യാണിയുടെ കുട്ടീനെയും ഒക്കെ കുറിച്ച് കാണേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പ്രകാശൻ മക്കളെ കാണാനും പേരക്കുട്ടിയെ കാണാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ കാണണം എന്നൊക്കെ പറയുമ്പോൾ അത് രാഹുലിനെ അങ്ങോട്ട് പിടിക്കണില്ല. ഇതെല്ലാം കേട്ട് രാഹുൽ പ്രകാശിനോട് പറയാണ്, നിൻ്റെ മനസ്സ് എന്ന് മാറുന്നുവോ അന്ന് നീ എന്നെ വിളിച്ചാൽ മതി, അതുവരെ ഞാൻ കാത്തിരിക്കാം എന്ന് പറയാണ്. പ്രകാശനാണെങ്കിൽ കല്യാണിയും കിരണും താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തി ഗേറ്റ് തുറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അത് ലോക്കാക്കി കിടക്കുന്നത് കണ്ടിട്ട് പ്രകാശൻ മതിൽ ചാടി അവരെ സിറ്റ് ഔട്ടിൽ കയറി കിടന്നുറങ്ങുകയാണ്. പ്രകാശന് എങ്ങനെയെങ്കിലും കല്ലുമോളെയും കാണണം, കല്യാണിയുടെയും കിരണിനെയും എങ്ങനെയെങ്കിലും അവരെ മനസ്സിൽ കയറി കൂടണം, പ്രകാശൻ ആകെ മാറി എന്നൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ താമസിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പ്രകാശൻ നടക്കുന്നത്. മനോഹറാണെങ്കിൽ സരയു അറിയാതെ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ഉറങ്ങി കിടക്കുകയെന്ന് കരുതി മനോഹർ സന്തോഷിക്കുകയാണ്. അപ്പോൾ തന്നെ സരയു ഉറക്കം നടിച്ച് കിടക്കുന്നത് മനോഹറിന് അറിയില്ലല്ലോ. അപ്പോൾ അവൾക്കാണെങ്കിൽ സംശയത്തിൻ്റെ ഇതിലാണല്ലോ നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും മനോഹറിൻ്റെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം, മനോഹർ എങ്ങോട്ടാണ് പോണേ, ഏതാന്നൊക്കെ ഇവർ പറയുന്നത് സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സരയു നല്ലൊരു അന്വേഷണം നടത്തുന്നുണ്ട്. നേരം വെളുത്ത് വാതിൽ തുറക്കുകയാണ് ഗീത വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്ന് പത്രം എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകാശൻ കിടക്കുന്നത് കാണുകയാണ്. എന്നിട്ട് ഗീത നോക്കിയിട്ട് പറയാണ്, ഇപ്പോൾ ഉണർത്തണ്ട, എല്ലാവരെയും വിളിച്ച് ഉണർത്തി ഈ കാഴ്ച കാണിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയ ഗീത എല്ലാവരെയും ഈ കാഴ്ച കാണിക്കാൻ വേണ്ടി ഉമ്മറത്തേക്ക് കൊണ്ടുവരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്